എല്ലാവർക്കും സ്വാഗതം. വനിതാ കമ്മീഷനിൽ വന്നിട്ടുണ്ടായിരുന്ന സ്ത്രീ അവിടെ കൂടിയിട്ടുള്ള ആളുകളോട് പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ കുഞ്ഞിനെതിരെ അപായം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് എല്ലാവരുടെയും ഒരു കണ്ണ് എപ്പോഴും ഇങ്ങോട്ടേക്ക് വേണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയും, ശരണ്യയുടെ പേരിലൊരു ഫണ്ട് രൂപീകരിക്കാൻ ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ട്, പക്ഷേ എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് അതിന് സാധിക്കില്ല, അതുകൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ച് നമുക്ക് ഫണ്ട് രൂപീകരിക്കാം എന്നൊക്കെ പറയുമ്പോൾ അതൊരു നല്ല കാര്യമാണെന്ന് നാട്ടുകാരും പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് ശരണ്യയുടെ അടുത്തേക്കൊന്നും നിങ്ങളാരും പോകണ്ട, അവൾക്ക് ഇപ്പോൾ കുറച്ച് സ്വസ്ഥതയും സമാധാനവുമാണ് വേണ്ടത്, അവൾ ഇങ്ങനെ റെസ്റ്റ് എടുത്തോട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ അവൾക്ക് കുറച്ച് സമയമെടുക്കും, അതുകൊണ്ട് നിങ്ങൾ ആരും ഇടയ്ക്ക് അങ്ങോട്ട് പോയി ശല്യം ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ട് അവർ പോകട്ടോ. പിന്നീട് ശരണ്യയുടെ അമ്മയാണെങ്കിലും ശരണ്യയ്ക്ക് കഴിക്കാനുള്ളതൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അമ്മ ഇങ്ങനെ താങ്ങി പിടിച്ച് എണീപ്പിച്ചിരുത്താം, മോള് എന്തെങ്കിലും ഒന്ന് കഴിക്കുക, അല്ലെങ്കിൽ കാപ്പിയെങ്കിലും കുടിക്കുക എന്നൊക്കെ പറയുമ്പോൾ ശരണ്യ വേണ്ടാന്നാട്ടോ പറയുന്നത്. അപ്പോൾ ശരണ്യയുടെ അമ്മയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഒന്നും കഴിക്കാതെയും കുടിക്കാതെയും ഇരുന്നാലേ എങ്ങനെയാണ് ജീവനെങ്കിലും ഇങ്ങനെ നിലനിൽക്കണ്ടേ ചോദിക്കുമ്പോൾ എന്തിനാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്നൊക്കെയാണ് കേട്ടോ ശരണ്യ ചോദിക്കുന്നത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വേറൊരു സ്ത്രീ ഉണ്ട്. അപ്പോൾ അതിനോട് ശരണ്യയുടെ അമ്മ പറയുന്നുണ്ടായിരുന്നു, ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെ തന്നെയായിരുന്നു എന്ന് പറഞ്ഞ് കരയാണ് കേട്ടോ. അപ്പോൾ ആ സ്ത്രീ അവിടെ ഇരുന്നിട്ട് പഴമൊക്കെ ഇങ്ങനെ സ്പൂണിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. വായ തുറക്കും, മോളെ കഴിക്കുന്നൊക്കെ പറയുന്നുണ്ട്. സങ്കടപ്പെടേണ്ട, ഞങ്ങളെല്ലാവരും മോളുടെ കൂടെ ഇല്ലേ, ലോകത്തിലുള്ള സകലമാന മനുഷ്യരും മോളുടെ കൂടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ മോളിങ്ങനെ പഴയ പോലെ ആവണ്ടേ, അതുകൊണ്ട് കഴിക്കുന്നൊക്കെ പറയുമ്പോഴും ശരണ്യ വേണ്ട എന്നാട്ടോ പറയുന്നത്. ഞാനങ്ങ് മരിച്ചു പോയാൽ മതിയായിരുന്നു, ഞാൻ എന്തിനാ ഇനി ജീവിച്ചിരുന്നിട്ട് എന്തിനാന്നൊക്കെയാണ് ശരണ്യ ചോദിക്കുന്നത്. അതും കൂടെ കേൾക്കുമ്പോൾ ആ സ്ത്രീ കൊടുത്തിട്ടും ശരണ്യ കഴിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊന്നും പറയല്ലേ മോളെ, മോൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ മോളുടെ അച്ഛനും അമ്മയും കൂടപ്പിറപ്പൊക്കെ എന്തുമാത്രം സങ്കടപ്പെടുന്നുണ്ട്, ഇനി അവരെ വിഷമിപ്പിക്കല്ലേ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ടും ശരണ്യ ഒന്നും കഴിക്കാതെ അങ്ങോട്ടേക്ക് തിരിഞ്ഞെടുക്കും കേട്ടോ. അപ്പോൾ ശരണ്യയുടെ അമ്മയ്ക്ക് സങ്കടം വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, കണ്ടില്ലേ ഞാൻ എങ്ങനെ വളർത്തി കൊണ്ടുവന്ന കൊച്ചാണ്, എൻ്റെ ആൺമക്കളെ പോലും ഞാൻ ഇങ്ങനെയൊന്നും സ്നേഹിച്ചിട്ടില്ല, എന്നിട്ടും എനിക്കിതൊക്കെ കാണേണ്ടി വന്നതല്ലോ, ഇത് ഞങ്ങളുടെ കുറ്റം കൊണ്ടാണോ എന്നൊക്കെയാണ് കേട്ടോ ചോദിക്കുന്നത്. അപ്പോൾ എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ശരണ്യയുടെ അമ്മ, ആ ചങ്ക പൊട്ടി മരിച്ചാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോൾ അവിടെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീ പറയുന്നുണ്ടായിരുന്നു, അവളുടെ മുന്നിൽ ഇരുന്നിട്ട് ഇങ്ങനെയൊന്നും സംസാരിക്കല്ലേ, നമുക്ക് പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ശരണ്യയുടെ അമ്മേനെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ശരണ്യയുടെ അടുത്ത് നിന്ന് പിന്നീട് മനു കടപ്പാട്ടൂരിലേക്ക് വന്നതാണ്. വരുമ്പോൾ കൃഷ്ണയാണെങ്കിലും അലീനെ ഡോറ് ഇങ്ങനെ തുറക്കാൻ പോകുന്ന സമയത്ത് മനുവേട്ടനാണെന്ന് പറയും കേട്ടോ. അപ്പോൾ ആണ് ഓടിയെന്ന് ചോദിക്കും. എന്നിട്ട് ഡോറ് തുറക്കുമ്പോൾ മനുവേട്ടൻ എവിടെയായിരുന്നു എന്നാണ് കേട്ടോ മനുവിനോട് ചോദിക്കുന്നത്. ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, എനിക്കൊരു ജോലി ഉണ്ടല്ലോ, അത് കളയാൻ പറ്റില്ലല്ലോ എന്ന് പറയുമ്പോൾ, ഇത്രയും ടെൻഷൻ ഇടയ്ക്ക് എങ്ങനെയാണ് ജോലി ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അതാണ് ശരിക്കുള്ള ചലഞ്ച് എന്നൊക്കെ ഇങ്ങനെ മനു പറയുന്നുണ്ടായിരുന്നേ. എന്നിട്ട് ഇവിടുത്തെ സ്ഥിതി എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അലീന പറയുന്നുണ്ട് അച്ഛൻ വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ആരും പുറത്തേക്ക് ഇറങ്ങുന്നില്ല, നാട്ടുകാരെ ഇങ്ങനെ ഫേസ് ചെയ്യാൻ മടിയാണെന്ന് പറയുമ്പോൾ പിന്നീട് അങ്ങോട്ടേക്ക് ചെല്ലും കേട്ടോ. അകത്തേക്ക് ചെല്ലുന്നുണ്ട്, മനുവിന് ചായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബബിത അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ബബിതയോട് ചോദിക്കുന്നുണ്ടായിരുന്നു, മനു നിങ്ങൾക്ക് കോളേജിൽ പോകാൻ എന്താ തടസ്സം എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ നാട്ടുകാരുടെ മുഖത്ത് നോക്കണ്ടേ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഞാനും പുറത്തിറങ്ങി നടക്കുന്നുണ്ടല്ലോ എന്ന് മനു പറയൂ കേട്ടോ. അപ്പോൾ എന്നോടും പലരും ചോദിക്കുന്നുണ്ട്, നിൻ്റെ അനിയൻ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങളാരും വിചാരിച്ചില്ല എന്നിങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ഞാൻ എന്താ മറുപടി പറയാമെന്നറിയോ, ഞാനും എൻ്റെ അനിയൻ ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല എന്ന് പറയും. അങ്ങനെ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളും ധൈര്യത്തോടു കൂടി അങ്ങനെ മറുപടി പറഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആണുങ്ങൾക്ക് അങ്ങനെ പലതും പറയാം, പക്ഷെ ഞങ്ങളുടെ കാര്യം അങ്ങനെ ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളോടാണ് ആ ചോദ്യം ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാന്ന് ചോദിക്കുമ്പോൾ തലയും താഴ്ത്തി നിൽക്കും, അല്ലാതെ എന്താണെന്നാട്ടോ ഇങ്ങനെ ബബിത പറയുന്നത്. അപ്പോൾ തിരിച്ച് അതിനുള്ള മറുപടി കൊടുത്താൽ മതി. ചിലർ കുനിഷ്ഠ ചോദ്യങ്ങൾ ചോദിക്കും, അപ്പോൾ എന്താ ചൊറിയുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ മതി എന്നും പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് കോളേജിൽ പോകണം. കൃഷ്ണ ചോദിക്കുന്നുണ്ടായിരുന്നു, ഒരു വർഷം ഇങ്ങനെ അങ്ങ് പോയിക്കോട്ടെ എന്ന് പറയുമ്പോൾ, ഒരു വർഷം ലേറ്റ് ആവില്ലേ, പിന്നെ നിങ്ങളുടെ എല്ലായിടത്തും ലേറ്റ് ആവും, അതുകൊണ്ട് അത് വേണ്ട എന്നൊക്കെയാണ് കേട്ടോ മനും പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, കൃഷ്ണമോളുടെ കൂടെ ഞാൻ സ്കൂളിലേക്ക് പോവാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ, അലീന ചേച്ചി എൻ്റെ കൂടെ വരികയാണെങ്കിൽ ഞാൻ സ്കൂളിൽ പോയിക്കോളാം എന്നും പറയുന്നുണ്ട്. അപ്പോഴേക്കും ബാലേന്ദ്രൻ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ബാലേന്ദ്രനും ചോദിക്കുന്നുണ്ടായിരുന്നു കൊല്ലപ്പള്ളിയിലെ വിശേഷം എന്താണെന്ന്. അപ്പോൾ ഇവിടുത്തെ പോലെ തന്നെയാണ്, ആരും പുറത്തേക്ക് ഇറങ്ങുന്നില്ല എന്ന് പറയും. രാജീവേട്ടനും ശിവേട്ടനൊക്കെ തിരിച്ചു പോയോന്ന് ചോദിക്കുമ്പോൾ തിരിച്ചു പോയിട്ടില്ല, അവരെങ്ങനെ ഹരിനെ രക്ഷിക്കാം എന്നുള്ള ഇത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വീട്ടുകാർ നോക്കുന്ന സമയത്ത് അവരെന്തൊക്കെയോ ആരൊക്കെയോ വിളിക്കുന്നു, പക്ഷെ ഒന്നും ചെയ്യാൻ കഴിയില്ല, നമുക്ക് ആരുടെ സപ്പോർട്ടും കിട്ടില്ല, പോലീസിൻ്റെയും ഏത് രാഷ്ട്രീയ പാർട്ടിയുടെയും ഒരു സപ്പോർട്ടും നമുക്ക് കിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതാണ് സത്യം എന്ന് പറയും കേട്ടോ. അപ്പോൾ ബാലേന്ദ്രനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, നമുക്ക് ആരെങ്കിലും ഒരു സപ്പോർട്ട് കിട്ടിയാലോ എന്ന്. അപ്പോൾ ആരുടെ സപ്പോർട്ടും കിട്ടില്ല. ഇനിയിപ്പോൾ ഹരി ഇങ്ങനെ പോലീസ് സ്റ്റേഷനിലായിരുന്ന സമയത്തും അവരവിടെ പോയിട്ടുണ്ടായിരുന്നു, ഞാൻ അങ്ങോട്ടേക്ക് പോകാത്തതിന് എന്നോടും കുറേ ദേഷ്യമൊക്കെ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. അവർ പോയിട്ടും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല, ഇനി പങ്കൾ പോയാലും ഒന്നും ചെയ്യാൻ സാധിക്കില്ല, അതാണ് സത്യം എന്ന് പറയൂ കേട്ടോ. പിന്നീട് അതുപോലെ തന്നെ അലീന ഇങ്ങനെ സ്റ്റേഷനിലായിരുന്ന സമയത്തും അലീനേനെ ഇങ്ങനെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ആലോചിച്ചതാണ്, പിന്നെ ഞാനത് വേണ്ടാന്ന് വെച്ചു. ഞാനന്ന് സ്റ്റേഷനിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ ഹരി ഇങ്ങനെ അന്ന് അലീനയോട് ചെയ്ത കാര്യങ്ങളെല്ലാം പോലീസിനെ അറിയാവുന്നല്ലേ, അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടായിരിക്കും അവരെന്നോട് പെരുമാറുക, അപ്പോൾ ഞാനും അലീനയും തമ്മിൽ എന്താ ബന്ധം എന്നൊക്കെ അവരെന്നോട് ചോദിക്കും, അപ്പോൾ അതുകൊണ്ട് പോകാതിരുന്നതാണ്
അത് അപ്പം അതിൻ്റെ വിഷമം അലീനയ്ക്കും ഉണ്ടാവും എന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായില്ല എന്ന് മനുവിനോട് അലീന പറയുന്നുണ്ട് കേട്ടോ. മനുവേട്ടൻ വരാതിരുന്നതും നന്നായി, അല്ലെങ്കിലും എനിക്ക് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല, അവർക്ക് എന്നെയായിരുന്നു പേടി എന്ന് പറയും കേട്ടോ. എന്നെ രാത്രിയിൽ ഒരു കാരണവുമില്ലാതെ എങ്ങനെ കസ്റ്റഡിയിൽ വെച്ചു എന്ന് ഞാൻ മീഡിയക്കാരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കത് പ്രശ്നമാവില്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് പറയണമായിരുന്നു എന്നാണ് കേട്ടോ ബാലേന്ദ്രൻ പറയുന്നത്. പോലീസിലും ക്രിമിനൽസൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ശരിയാണ്, പക്ഷേ നല്ലവരും ഉണ്ടല്ലോ, അന്ന് DYSP വന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ എന്നെ വിട്ടയച്ചത്, അതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് വെച്ചാന്ന് പറയും. പിന്നീട് അതുപോലെ തന്നെ മനു പറയുന്നുണ്ടായിരുന്നു ഇവരെയൊക്കെ കോളേജിലും സ്കൂളിലും വിടണം കേട്ടോ എന്ന് പറയും. അപ്പോൾ അതൊക്കെ അവർ തീരുമാനിച്ചോട്ടെ, ആരെയും നിർബന്ധിച്ചൊന്നും ചെയ്യാതിരിപ്പിക്കുന്നതാണ് നല്ലതെന്നാണ് കേട്ടോ ബാലേന്ദ്രൻ പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് ബബിതയാണെങ്കിൽ ഫോണിൽ ആരോട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം മനു കുറച്ച് സമയം അവിടെ വന്നിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ബബിതേനെ വിളിക്കും. അപ്പോൾ ഫോണൊക്കെ എടുത്ത് വയ്ക്കും കേട്ടോ ബബിത. എന്നിട്ട് മനു ആണെങ്കിലും അവിടെ ചെന്നിരുന്നിട്ട് പറയുന്നുണ്ടായിരുന്നു എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് പറയൂ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ബബിത പറയുന്നുണ്ടായിരുന്നു മനുവേട്ടൻ ഏറ്റവും കുറവ് സംസാരിക്കുന്നത് ഈ വീട്ടിൽ എന്നോടാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിനക്ക് എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് വെച്ചിട്ട് മാറി നിൽക്കല്ലേ, അപ്പോൾ ഞാനും വരാറില്ല എന്ന് പറയുമ്പോൾ മനുവേട്ടൻ ഇങ്ങനെ അങ്ങനെയൊന്നുമല്ല, സൗന്ദര്യം നോക്കിയാണ് ആളുകളോട് സംസാരിക്കുന്നതെന്ന് പറയും കേട്ടോ. അപ്പോൾ എന്നെക്കാളും സൗന്ദര്യം കൃഷ്ണയോടാണല്ലോ, മനുവേട്ടന് ഇപ്പോൾ അലീന വന്നപ്പോൾ അലീനയോടായി കൂടുതൽ സംസാരിക്കുന്നതെന്ന് പറയുമ്പോൾ ഓ അങ്ങനെയാണെങ്കിൽ നിന്നോടല്ലേ ഞാൻ കൂടുതൽ സംസാരിക്കേണ്ടത്, നിനക്കല്ലേ ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ സൗന്ദര്യം എന്ന് പറയുമ്പോൾ ഇനി അതിൻ്റെ കൂടെ കളിയാക്കലും കൂടെ വേണ്ടാന്ന് പറയും കേട്ടോ. അപ്പോൾ അലീനയോടുള്ള സ്നേഹം അത് വേറെയാണ്. അതുപോലെ തന്നെ അത് നീ ഇങ്ങനെ ഇതുമായിട്ട് കൂട്ടിക്കുഴയ്ക്കേണ്ട, നിങ്ങളുമായിട്ട് കൂട്ടിക്കുഴയ്ക്കേണ്ട, എനിക്ക് നിന്നോടും കൃഷ്ണനോടൊക്കെ ഒരുപോലെയുള്ള സ്നേഹമാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് ഇവിടുത്തെ വിശേഷം, ഇവിടെ ഈ കുടുംബത്തിലെ പ്രശ്നങ്ങളെല്ലാം ആകെ ഇങ്ങനെ ഇതായിട്ട് കിടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലല്ലോ, അലീന വന്നപ്പോൾ തൊട്ട് തുടങ്ങിയാണെന്നാണ് പറയാൻ വരുന്നത് കേട്ടോ ബബിത. അപ്പോൾ അലീനയുടെ കാര്യം വിടുമെന്ന് പറയും. അപ്പോൾ അച്ഛനും അമ്മയും ഇങ്ങനെ അമ്മ ഡിവോഴ്സിന് പോവുകയാണെന്നൊക്കെ നീ അറിഞ്ഞിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ എന്നോട് അമ്മ പറഞ്ഞാണെന്ന് പറയുമ്പോൾ നിൻ്റെ തീരുമാനം എന്താ, അവർ രണ്ടുപേരും രണ്ട് വഴിക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും അത് നേരെയാക്കി എടുക്കാൻ പറ്റില്ല, ആരെ കൊണ്ടും പറ്റില്ല, അതുകൊണ്ട് ഇങ്ങനെ നീ അമ്മയുടെ കൂടെ പോകരുത് എന്ന് പറയുമ്പോൾ അത് പറ്റില്ല, അമ്മ തനിച്ചാവും എന്നാട്ടോ പറയുന്നത്. അപ്പോൾ അമ്മ ഡിവോഴ്സിന് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു കാര്യം നേരെയാക്കി എടുക്കാൻ പറ്റില്ല, ഇതാകെ ഇങ്ങനെ ചിന്നി ചിതറി പോവും, എല്ലാം നാശമായി പോകുന്നൊക്കെ മനു പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നീ അച്ഛൻ്റെ കൂടെ നിൽക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ ഇങ്ങനെ അലീനേനെ ഇവിടുന്ന് പറഞ്ഞു വിട്ടാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ ഇവിടെ, അപ്പോൾ അതെന്താ അച്ഛൻ സമ്മതിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ടായിരുന്നു അതിങ്ങനെ അലീന ഇങ്ങനെ മകളായതുകൊണ്ടാണെന്ന് പറയും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു മകളെ അമ്മയ്ക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് അമ്മയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്നാണ് കേട്ടോ ബബിത പറയുന്നത്. അപ്പോൾ അമ്മയുടെ ഭാഗത്ത് തെറ്റുണ്ട്, പക്ഷേ നിൻ്റെ അമ്മ അറിയുന്നില്ല, അത് ബാക്കി എല്ലാവർക്കും അറിയാമെന്നുള്ളത്, അപ്പോൾ നീ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ബബിതേനോട് ചോദിക്കും കേട്ടോ. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയും. ഇത് തന്നെയാണ് നിൻ്റെ അമ്മയും പറയുന്നത്, നിൻ്റെ അമ്മ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നിൻ്റെ അമ്മയ്ക്കും അറിയാം, നീ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നിനക്കും അറിയാം, പക്ഷേ ആരും അത് സമ്മതിച്ച് തരില്ല, നിങ്ങൾ തെറ്റ് ചെയ്തതൊന്നും ബാക്കി ആർക്കും അറിയില്ല എന്നാണ് എല്ലാവരുടെയും വിചാരം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ബബിത പറയുന്ന സമയത്ത് മനു ചോദിക്കുന്നുണ്ടായിരുന്നു നീ എന്തിനാ ഹരിയുടെ ഫോണ് കുത്തി പൊട്ടിച്ചിട്ടതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. തല്ലി പൊട്ടിച്ചെന്ന് ചോദിക്കുമ്പോൾ അത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ പേരിലാണെന്ന് പറയുമ്പോൾ അല്ലാന്ന് നിനക്കറിയാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. നീ എന്നോട് ആർഗ്യൂ ചെയ്യാൻ വരികയാണോ നിൻ്റെ, അതുപോലെ തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു മനു ആണെങ്കിലും, നീ ഇങ്ങനെ അമൽ എന്ന് പറയുന്ന വേട്ടവളേൻ്റെ കൂടെ എവിടെയെല്ലാം പോയിട്ടുണ്ട്, അവൻ്റെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റൂമൊക്കെ വിട്ട് തന്നിട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബബിതയ്ക്കാണെങ്കിലും ഒന്നും മിണ്ടാനില്ല. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു നിൻ്റെ ഒരു വീഡിയോ ഇങ്ങനെ ഹരിയുടെ കൂട്ടുകാരൻ്റെ ഫോണിലുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. അതുപോലെ തന്നെ ആദ്യമൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെ ബബിതയാണെങ്കിലും വിക്കിയാട്ടോ പറയുന്നത്. അപ്പോൾ പറയുന്നുണ്ടായിരുന്നു നിൻ്റെ ഈ വിക്കലുള്ള സംസാരത്തിൽ തന്നെ അറിയാം നീ ഇങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. എന്നിട്ട് അങ്ങ് നന്നായിട്ട് ദേഷ്യപ്പെട്ട് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നിൻ്റെ അമ്മ ഇതുപോലുള്ള തെറ്റൊക്കെ ചെയ്തിട്ടുണ്ട്, വെറുതെ ഒന്നല്ല നിൻ്റെ അച്ഛൻ അമ്മയോട് ദേഷ്യം കാണിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അച്ഛൻ്റെ ഭാഗത്ത് ന്യായം ഉള്ളത് കൊണ്ടാണ്, അപ്പോൾ അമ്മയുടെ കൂടെ നീ നിൽക്കരുത്, പോകരുത്, അമ്മ ഡിവോഴ്സിന് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും നേരെയാക്കി എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നീ അച്ഛൻ്റെ കൂടെ നിൽക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. സാമാന്യ ബോധം ഉണ്ടെങ്കിൽ നീ അത് മനസ്സിലാക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇനിയെങ്കിലും തെറ്റൊക്കെ തിരുത്തി വാന്ന് പറഞ്ഞിട്ടാണ് അതുപോലെ തന്നെ മനു അവിടുന്ന് പോകുന്നത്. മനു പറയുന്നുണ്ടായിരുന്നു ഇതൊന്നും നിൻ്റെ അമ്മയോട് പോയി പറയാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല ഞാൻ, അപ്പോൾ നീ ഇങ്ങനെ ഇത് നിൻ്റെ അമ്മയോട് പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻ്റെ രഹസ്യം ഞാൻ പൊട്ടിക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അലീനേനെ പറഞ്ഞു വിട്ടാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോൾ അലീനയാണ് കറക്റ്റ്, അത് ഇവിടെ എല്ലാവർക്കും അറിയാം, അതുപോലെ തന്നെ എൻ്റെ അച്ഛനും കൊച്ചച്ഛനും എല്ലാവർക്കും അറിയാം, അപ്പോൾ നിങ്ങളൊക്കെയാണ് തെറ്റ് ചെയ്യുന്നത്, അപ്പോൾ നിങ്ങളെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അലീന ഇവിടെ വേണ്ടത്, രോഹിണി അതുപോലെ തന്നെ നിൻ്റെ അമ്മേനെയും അതുപോലെ തന്നെ നിന്നെയൊക്കെ കറക്റ്റ് ചെയ്യാനാണ് അലീന ഇവിടെ വേണ്ടത് എന്നൊക്കെ പറഞ്ഞു
കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത്. പിന്നീട് അലീന ശരണ്യയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബാലേന്ദ്രനോട് ചോദിക്കുന്നുണ്ട്. അലീന പറയുന്നുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും അവളുടെ കൂടെ കാണും, പക്ഷെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അവളെ എണീപ്പിച്ച് നടത്താൻ വേറെ ആരും കാണില്ല, അതുകൊണ്ട് ഞാൻ അവളുടെ കൂടെയാണെന്ന് പറയുന്നുണ്ട്. അവൾ എന്തായാലും ശരണ്യനെ കാണാൻ വേണ്ടിയിട്ട് അലീന ചെല്ലുന്നുണ്ട്. അലീനനെ കാണുമ്പോഴേ അവിടെ കൂടിയിട്ടുള്ള നാട്ടുകാരും അതുപോലെ തന്നെ ഒക്കെ അങ്ങനെ അങ്ങോട്ടേക്ക് വീട്ടിലേക്ക് പോകാൻ സമ്മതിക്കാതെ അവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ശരണ്യയുടെ ബ്രദർ ആണെങ്കിലും അലീനയുടെ തലയിലൂടെ പെട്രോളൊക്കെ ഒഴിക്കുന്നതും കാണിക്കുന്നുണ്ട്. ഇത്രയാണ് പ്രമോല് കാണിച്ചത്.